യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യുവാൻ പെഡ്രോ ബനാലി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സഹൽ അബ്ദുൾ സമദിനെ കുറിച്ചാണ്. അതായത് അദ്ദേഹത്തിനോട് സഹൽ അബ്ദുൾ സമദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് കളിക്കുന്ന ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, സഹൽ അബ്ദുൾ സമദ് ഞങ്ങൾക്കെതിരായിട്ട് ഒരിക്കലും കളിക്കരുത് എന്ന്. അദ്ദേഹം ഇന്ത്യൻ പ്ലേയേഴ്സിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പ്ലെയറാണ്. അതായത് ഒരു ഇന്ത്യൻ പ്ലെയർ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സഹൽ അബ്ദുൾ സമദ് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ മൂവ്സ് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കാത്ത ടൈപ്പ് ഓഫ് മൂവ്സാണ് സഹൽ അബ്ദുൾ സമദ് നടത്തുന്നതെന്നാണ് യുവാൻ പെഡ്രോ ബനാലി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ജിതിൻ അമ്മസിനോട് അന്ന് നമ്മൾ കണ്ടാണ് ഒരു വീഡിയോ ഭയങ്കര റാഷായിട്ട് പെരുമാറുന്നത്. പല പ്ലേയേഴ്സിനോടും അദ്ദേഹം വന്ന് പെരുമാറിയിരുന്നു. സോ അതിനോടൊക്കെ അദ്ദേഹം ക്ഷമ ചോദിക്കുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അന്നത്തെ നൈറ്റ് ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, അങ്ങനെ ഒരിക്കലും ഒരു കോച്ച് ആരോടും പെരുമാറാൻ പാടില്ല എന്നാണ് യുവാൻ പെഡ്രോ ബനാലി പറയുന്നത്. സോ കോച്ചൊന്നും അല്ല, ആരോടും അങ്ങനെ പെരുമാറാൻ പാടില്ല, അതാണ് യാഥാർത്ഥ്യം. എന്തായാലും നമ്മളൊരു മുത്തിനെയാണ് വിട്ടുകളഞ്ഞത് സഹൽ അബ്ദുൾ സമദ്. പിന്നെ ഇതുകൊണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ പുള്ളിക്കാരന് കുറേ അധികം ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട് സഹലിന്. അതുകൊണ്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സഹലിനൊന്നും ഇറക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ അവരുടെ അൺലിമിറ്റഡ് അല്ലല്ലോ, ഓവർ പവറായ ടീമാണ്. സോ അവിടെ എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനും ഇറക്കാൻ പറ്റത്തില്ല. സോ അതും അവർക്കൊരു വിഷയമാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.